ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ കല്യാണമാണ് നാളെ കാണാൻ പോണേ കേട്ടോ. പ്രകാശൻ അങ്ങനെ ഉടുത്തൊരുങ്ങി സുന്ദരിക്കുട്ടപ്പനായിട്ട് കതിർ മണ്ഡപത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ സമയത്ത് അമ്മൂമ്മ പറയണ്ട, എടാ വരുന്നുണ്ട്, ലക്ഷ്മി വരുന്നുണ്ടെന്ന് പറയാണ്. പ്രകാശൻ നോക്കുമ്പോഴേക്കും ലക്ഷ്മി മുഖമൊക്കെ മൂടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. എന്താമ്മ ഇത്, മുഖമൊക്കെ മൂടിയിട്ടാണല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേടാ, അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് മാരേജ് നടത്തുന്നതെന്ന്. പക്ഷേ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ എത്ര വർഷം തമിഴ്നാട്ടിൽ നിന്നതാ. പക്ഷെ എന്തായാലും കൊള്ളാടാ, പെൺകുട്ടിനെ കണ്ടാൽ തന്നെ അറിയില്ല അവളൊരു സുന്ദരിയാണെന്ന്. ദേ വരുന്നുണ്ട്, ആഭരണങ്ങളൊക്കെ നോക്കിക്കേടാ, കയ്യിലും കാലിലൊക്കെ ഇനി ഇടാനൊന്നും ബാക്കിയില്ല, ആ രീതിയിലാണ് ആഭരണങ്ങളൊക്കെ ഇട്ടേക്കണം. ശരിയാമ്മയെന്ന് പറയാണ്. വിക്രു ആണെങ്കിലും ആഭരണങ്ങൾ തന്നെയാട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ നോക്കിക്കോ, ആഭരണത്തിൽ കുളിച്ചിട്ടാ വന്നിരിക്കണത് എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അടുത്തേക്ക് വരുമ്പോൾ തൊട്ട് പുറകിൽ, അതായത് വേറൊരു മണവാട്ടിപ്പ് കൂടി വരുവാട്ടോ, മുഖമൊക്കെ മറിച്ചിട്ട്. ഇതെന്താമേ വേറൊരു മണവാട്ടി കൂടി വരുന്നത്, ഇതെന്താ ആചാരമാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയണം. മോള് വരട്ടെ, മോളോട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാർത്തിക പറയണ്ട, അച്ഛാ ഇത് ഞങ്ങളുടെ ഒരു ആചാരമാണ്, ഇതിലേതാ പെണ്ണെന്ന് അച്ഛൻ കണ്ടുപിടിക്കണം എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ പ്രകാശിനടുത്ത് അമ്മ പറയുന്നുണ്ട്, ഇതാണ് മുമ്പിൽ നിൽക്കണമെന്ന് ഇങ്ങനെ പറയേണ്ടത്, നേരത്തെ കണ്ടതാണല്ലോ. ആ പ്രകാശം പറയണ്ട, അത് ഈ സാരി, അത് വെള്ള സാരി എടുത്ത ഇവരാണ് എൻ്റെ പെണ്ണെന്ന് ഇതാണ് ലച്ചു എന്ന് പറയാണ്. അച്ഛൻ പറഞ്ഞാൽ ശരിയാണെന്ന് പറയാണ്. അങ്ങനെ അമ്മേനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അമ്മേ ഇവിടെ ഇരിക്കമ്മേ എന്ന് പറയാണ്. പ്രകാശാണെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ നോക്കുവാട്ടോ. രാജപ്പനൊക്കെ ഇങ്ങനെ പ്രകാശം ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബാലനെയൊക്കെ ചിരി വരുവാണ്. കിരണും അതുപോലെ തന്നെ ബൈജു ഒക്കെ കാത്തിരിക്കുകയാണ് പ്രകാശനൊക്കെ ഇങ്ങനെ പ്ലിങ് അവിടെ കാണാനായിട്ട്. അങ്ങനെ പ്രകാശ് താലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാട്ടോ. അപ്പോൾ മുഹൂർത്തത്തിന് സമയം താലി കെട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ താലി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു 10-16 പവൻ്റെ താലിയാണെന്ന രീതിയിൽ പൊക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ശേഷം പ്രകാശിനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലക്ഷ്മിയുടെ അടുത്തേക്ക് തിരിയാണ്. ലക്ഷ്മി ആ സമയത്ത് മുഖത്ത് ആ തുണി ഇങ്ങനെ മാറ്റുവാട്ടോ. അത് മാറ്റുന്ന പ്രകാശൻ ഞെട്ടിപ്പോകുവാണ്. ഇവളോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ദീപി മുഖത്ത് തുണി ഇങ്ങനെ മാറ്റുവാണ്. രണ്ടുപേരും മാറി മാറി നോക്കുവാണ് പ്രകാശൻ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പ്രകാശിൻ്റെ കാര്യം മനസ്സിലായി, തനിക്ക് എന്താണ് മണ്ടനായി തന്നെ പൊട്ടനാക്കി എല്ലാവരും എന്ന കാര്യം പ്രകാശിന് മനസ്സിലായി. അപ്പം അമ്മൂമ്മക്ക് അപ്പം ഒന്നും മനസ്സിലായില്ല. അമ്മ ചോദിക്കുകയാണ്, മോളെ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, മോളുടെ അമ്മ എവിടെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയല്ലേ ഇത്, അയ്യോ ഇത് പ്രകാശിൻ്റെ ആദ്യ ഭാര്യയാണ് മോളെ. അമ്മുമ്മേ, എൻ്റെ അമ്മേനെ കണ്ട അമ്മുമ്മേനേക്കാൾ കാഴ്ചശക്തി എനിക്കുണ്ട്, ഇത് തന്നെയാണ് എൻ്റെ അമ്മ. അതെ, പ്രകാശ് എന്ന് പറഞ്ഞ ആളിൽ അമ്മക്കുണ്ടായ, അതായത് ഈ ലക്ഷ്മിക്കുണ്ടായ മകളാണ് ഈ ഞാൻ എന്ന് പറയാണ്. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഴുക്ക് ജാലി കൊണ്ട് തള്ളിയേ, ആ മകള് തന്നെയാണ് കിളവി ഞാൻ എന്ന് പറയാണ്. ഇത് കേൾക്കണം അമ്മുമ്മ ആകെ ഞെട്ടിപ്പോവാണ്. പ്രകാശാന്ന് ചോദിക്കുമ്പോഴേക്കും പണി പറ്റി അമ്മേ, തീർന്നു എന്നൊക്കെ പറഞ്ഞു പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കിരണും കല്യാണിയൊക്കെ പറയുന്നുണ്ട്, അതെ എവിടെ എഴുന്നേൽക്കാൻ പോണു, എനിക്കവിടെ അതെ മുഹൂർത്തത്തിന് സമയമായി, താലി കെട്ടുന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശൻ അവിടെ നിന്നിട്ട് ആ മാലയൊക്കെ വലിച്ചോരുവാണ്. വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ട് പ്രകാശനെ, നിങ്ങളൊക്കെ എന്തിനെ കൊള്ളാം, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ്. ശേഷം വിക്രം കാർത്തികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതെ എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇത്ര നാൾ നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ഒരുപാട് പണി ചെയ്തല്ലേ, ആ പൈസ എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ, ഏത് പൈസ, അതിനുള്ള കൂലിയൊക്കെ ഞാൻ എപ്പോഴേ തന്നു കഴിഞ്ഞു. കൂലിയോ, എനിക്ക് പൈസയും തന്നില്ല, എനിക്ക് പണിയെടുത്ത പൈസ വേണം എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തിക പറയണ്ട, അതെ പണിയെടുത്തിട്ട് 4 നേരം നല്ല ഭക്ഷണം മൂക്കുമുട്ടെ തിന്നില്ലേ, അത് തന്നെ അതിനുള്ള കൂലി, 10 പൈസ തരില്ല, പോവാൻ നോക്ക് എന്ന് പറയണം. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് വിക്രം പറയുമ്പോൾ, എവിടെ കൊണ്ടേ കംപ്ലൈൻറ്റ് കൊടുക്കും, പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് പറയുമ്പോഴേക്കും പ്രകാശൻ പറയണ്ടടാ, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടുത്തെ പോലീസ് നിയമമൊക്കെ ഇവർക്കാണല്ലോ അനുകൂലമായിട്ട്, ഇവരവരൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി മോനെ എന്ന് പറയാണ്. അച്ഛനങ്ങനെയൊക്കെ പറയാം, കഷ്ടപ്പെട്ടത് ഞാനാണ്, രാവും പകലില്ലാതെ ഇവരുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 10 പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ശരി ഞാൻ നിനക്ക് പൈസ തരാം, നീ ഇത്രയും ഒരു 6 മാസത്തോളം കസേരയിലിരുന്നല്ലേ, ഒരു മാസം 15,000 രൂപ വെച്ചിട്ട് ഈ 6 മാസത്തെ ശമ്പളം ഞാൻ തരാം. 6 മാസത്തെ നമ്മൾ 15,000 രൂപ വെച്ചിട്ട് ഒരു മാസത്തേക്കോ, എനിക്കൊന്നും പറ്റില്ല, എനിക്കൊരു മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണം. 10 ലക്ഷം രൂപയോ, 10 ലക്ഷം രൂപ പോയിട്ട് 10 രൂപ പോലും നിനക്ക് തരില്ല, അഹങ്കാരം കാണിച്ച് ഇറങ്ങി പോകുമെന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിനെ അവിടെ നിന്ന് ഇറക്കി വിടാണ്. അമ്മൂമ്മ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, എല്ലാവരും കൂടി ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലോ ചോദിക്കും. അപ്പോൾ കിളവി, നിങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും പൈസ ഇല്ല, എവിടെയെങ്കിലും പോയിട്ട് തെണ്ടാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മനെ പറഞ്ഞയക്കുകയാണ്. പ്രകാശാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാമ്പോഴേക്കും ഒരു ആജപം പിടിച്ച് നിർത്താണ്. എടാ പ്രകാശ, അങ്ങനെ പോയാൽ ശരിയാവോ, നീ പറഞ്ഞല്ലേ പൈസ തരാന്ന്, എനിക്ക് 16 ലക്ഷം രൂപയുടെ കടം നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് പലിശ അടക്കം 17 ലക്ഷം രൂപ തന്നിട്ട് പോടാ. രാജപ്പണ്ണ, നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങോടാ, നീക്ക് പൈസ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായതാ, തരണ്ട, അപ്പം നിനക്ക് എന്തായിരുന്നു അഹങ്കാരം. രാജപ്പണ്ണ നിങ്ങളൊന്ന് ക്ഷമിക്കേ, ഇത്രയും തന്നെ നിങ്ങൾ രാജപ്പൻ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, ഇപ്പം ഇങ്ങനെ എണ്ണം കയറി വന്നു, എടാ എൻ്റെ പൈസ തന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാണ്. ആ സമയം പ്രകാശനാണെങ്കിൽ
പ്രകാശനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല കേട്ടോ. പ്രകാശൻ പതുക്കെ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കടം വന്നിരുന്നു. അന്ന് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മ പോലും പറഞ്ഞതാ നിങ്ങളെ സഹായിക്കേണ്ടെന്ന്. പക്ഷെ ഞാൻ നിങ്ങളെ സഹായിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ അച്ഛനാണെന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങളെ 10 പൈസ സഹായിക്കില്ല. വാ കിരണേട്ടാ, അമ്മേ, ബൈജു, വാ നമുക്ക് പോവാം. എല്ലാ കല്യാണി കഴിച്ചിട്ട് പോയാൽ പോരെ? എന്തിനാ ഇയാളുടെ ഫുഡ് കഴിക്കണത്? നമുക്ക് പുറത്ത് പോയിട്ട് എന്നാൽ അടിപൊളിയായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അടിച്ചു പൊളിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാട്ടോ. അങ്ങനെ കാർത്തിക പറയുന്നുണ്ട്, അമ്മേ വാ പോകാം, വീട്ടിൽ പോയിട്ട് കുറേ പണിയുണ്ട്. ഇവിടെ കുറേ അഴുക്ക് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, ലോഡ് കണക്കിന് ബാഗും കാര്യങ്ങളൊക്കെ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് തള്ളണം. അതിനുശേഷം നമുക്കവിടെ ഒരു കലശമൊക്കെ നടത്തിയിട്ട് വേണം അകത്തേക്ക് കയറാണ്ട്. വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിനെ വിളിച്ചോണ്ട് പോവാണ്. പക്ഷെ പ്രകാശിനെ മാത്രം അവിടെ നിന്ന് പോകാൻ പറ്റുന്ന കേട്ടോ. രാജപ്പൻ വിടുന്നില്ല. രാജപ്പണ്ണ പ്ലീസ്, നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങി, എനിക്ക് നെഞ്ചൊക്കെ വേദന എടുക്കുമെന്ന് പറയുമ്പോൾ, എടാ നീ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടണം. അല്ലെങ്കിൽ നിനക്ക് പൈസ എന്നെ പറഞ്ഞാൽ മതി. ആ ബാലൻ വരെ പറഞ്ഞതാണ് നിങ്ങൾക്ക് പൈസ കൊടുക്കരുത്. ആ സമയത്ത് പ്രകാശൻ പറഞ്ഞു, ബാലണ്ണ പ്ലീസ് എന്തെങ്കിലുമൊക്കെ സഹായിക്കും ബാലണ്ണ എന്ന് പറയാണ്. എടാ സാറേ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല സാറേ, നിങ്ങളെയും കൂടി എന്നെ കളിയാക്കണമെന്നോ? നീയും നിന്റെ മോനും അഹങ്കാരം കുറച്ചൊന്നല്ല എന്നോട് കാണിച്ചത്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാതെ, ഇന്ന് മുതൽ ഞാൻ കല്യാണിൻ്റെ കമ്പനിയിലെ ഡ്രൈവറാണ്, മെയിൻ ഡ്രൈവർ. അവരെനിക്ക് നല്ല രീതിയിലുള്ള സാലറി തരും. ഇനി നിന്റെ അഹങ്കാരം നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ എൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് വെച്ചിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ നീ അഹങ്കാരം കാണിച്ച് എന്നെ എത്രമാത്രം നീ ദ്രോഹിച്ചോ അത്രമാത്രം നീയും നിന്റെ മോനും ദ്രോഹിച്ചിട്ടുണ്ട്. വിഷമ പോലും നിന്റെ മോൻ 10 രൂപയുടെ ഒരു ഭക്ഷണം പോലും എനിക്ക് വാങ്ങിച്ചു തന്നില്ലടാ. അങ്ങനെയുള്ള നിന്നെ സഹായിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ലെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലട പ്രകാശ എന്ന് പറഞ്ഞിട്ട് ബാലൻ എൻ്റെ അടുത്ത് പോകുവാണ്. രാജപ്പൻ കുറച്ച് ഗുണ്ടകളൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാട്ടോ. പ്രകാശൻ എന്തായാലും ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതോടുകൂടി പ്രകാശൻ്റെ ജീവൻ നിന്നു പോകും. പിന്നീട് ഇനി സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു എന്തായാലും സത്യങ്ങൾ അറിയുന്ന ഭാഗങ്ങളാണ് ഈ ആഴ്ച ലാസ്റ്റ് കാണാൻ പോണത്. അങ്ങനെ സത്യങ്ങൾ അറിയേണ്ട സരയു പതുക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താരനെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ തന്നെ താരനെ ചെറുതായിട്ടൊക്കെ സരയു അടുപ്പിക്കുന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടി കൂടുതൽ അടുപ്പിക്കും ശ്രമിക്കും. മാത്രമല്ല സരയു താരനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. അത് കാണുമ്പോഴേക്കും ഷാരിയാണ് ആകെ തകർന്നു പോകാൻ പോണത്. കാരണം ഇത്ര നാളത്തെ ഷാരിക്കൊരു പേടിയായിരുന്നു, തൻ്റെ മകൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും, തൻ്റെ മകൾ തന്നെ ഇട്ടേച്ചു പോകും എന്നൊക്കെ പേടിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഭ്രാന്തൊന്നും പിടിക്കുന്നില്ല. പക്ഷെ താരേനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി ഷാരിക്ക് അവിടെ ഒരു റോളില്ലെന്ന് മനസ്സിലായ ഷാരി ആകെ തകർന്നു പോകുകയാണ്. ഷാരി പഴയ പോലെ എങ്ങനെയാണ് പഴയ മൂഷിക സ്ത്രീ ആവാൻ പോകുന്ന കാഴ്ചയോട് കൂടിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.